നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് സത്തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ ദിവസം നാം ഗീതയിൽ ശ്രദ്ധിച്ചത് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നായ ശ്ലോകങ്ങളാണ്. പരമാത്മാവ് ജീവൻ നിത്യമാണെന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി നാം ശ്രദ്ധിക്കുന്നത്. അതുതന്നെയാണ് തുടർന്നും വരുന്നത്. ഉദാഹരണങ്ങൾ കപിലമുനിയുടെ വചനങ്ങളെല്ലാം ചേർത്ത് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്ത് പറയുന്നുവെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവ് നിത്യമാണെന്നും അവന് നാശമില്ലെന്നും കപിലമുനിയുടെ വചനങ്ങളെ ആസ്പദമാക്കി ഉദാഹരിച്ച് നാം പറഞ്ഞുവല്ലോ. അതിനെ സ്ഥാപിക്കുവാനായി കപിലമുനി ഒരു ശ്രുതി പ്രമാണം പറയുന്നുണ്ട്. എന്താണ് ഈ ശ്രുതിവാക്യം? ആ വാക്യമാണ് തുടർന്ന് വരുന്ന രണ്ട് ഗീതാ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. ഇവയാകട്ടെ ശ്രുതി പ്രമാണമായ കഠോപനിഷത്തിലുള്ളതുമാണ്. നമുക്ക് ആ ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. രണ്ട് ശ്ലോകങ്ങൾ, ശ്ലോകം 19ഉം 20ഉം. യ ഏനം വേത്തി ഹന്താരം യച്ഛൈനം മന്യതേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഈ ശ്ലോകത്തിനർത്ഥം, ഇവിടെ ആത്മാവ് മരിക്കുന്നുവെന്ന് കരുതുന്നവനും ആത്മാവിനെ കൊന്നുകളയാമെന്ന് കരുതുന്നവനും രണ്ടുപേരും തത്വത്തെ അറിയുന്നില്ല. ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. കേവലം ശരീരം മാത്രമാണ് മാറി വരുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞത്. കൊല്ലുന്നില്ല, മരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ തത്വം തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ, ആത്മാവിനെ നശിക്കുന്നുവെന്നും കൊന്നുകളയാമെന്നും ഒക്കെ ചിന്തിക്കുന്നവർ തത്വം അറിയുന്നില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കിയാലോ. ശ്ലോകം 20. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശ്ലോകം 20ൻ്റെ അർത്ഥം പറയുമ്പോൾ, ഈ അനാദിയും അനന്തവുമായ ജീവാത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഉണ്ടായ ശേഷം അതില്ലാതാവുകയും ചെയ്തിട്ടില്ല. ഈ ജീവാത്മാവ് ജനിക്കാത്തതും നിത്യനും ശാശ്വതനും പുരാതനനും ആണ്. ശരീരമില്ലാതായാൽ പോലും ഈ ആത്മാവ് നശിക്കുകയില്ല. മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ ശ്ലോകത്തിൽ വീണ്ടും കവി പറയുന്നത്. ആത്മാവിൻ്റെ അനശ്വരതയെ കുറിച്ചാണ്, നാശമില്ലായ്മയെക്കുറിച്ചാണ് കവി വ്യക്തമാക്കിയെന്ന് അവിടെ ഊന്നിപ്പറയുന്നത്. ഈ ശ്ലോകങ്ങൾ അല്പം പാഠഭേദത്തോടെ കഠോപനിഷത്തിൽ കടന്നു വരുന്നുണ്ട്. കഠോപനിഷത്തിൽ 18ാം ശ്ലോകത്തിലായിട്ട് വരുന്നത്, 18ഉം 19ഉം. 18ാം ശ്ലോകത്തിൽ പറയുന്നത്, ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല, എങ്ങു നിന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. ജനിക്കാത്ത, നശിക്കാത്ത ഈ സനാതനൻ ശരീരമില്ലാതായാലും ഇല്ലാതാകുന്നില്ല. കഠോപനിഷത്തിൽ പറഞ്ഞേക്കുന്നതാണ്. അതുപോലെ 19ാമത്തെ ശ്ലോകത്തിൽ കഠോപനിഷത്തിൽ പറയുന്നത്, കൊലയാളി കൊല്ലുന്നെന്നും കൊലയ്ക്കിരയായവൻ കൊല്ലപ്പെട്ടുവെന്നും കരുതുന്നു, എന്നാൽ ഇരുവരും ഈ ആത്മാവ് കൊല്ലുന്നില്ല, ചാകുന്നില്ല എന്ന് അറിയുന്നില്ല. കഠോപനിഷത്തിൽ ഉദാഹരണം വളരെ ഗീതയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആത്മാവെന്ന് കേൾക്കുമ്പോൾ അത് ഈശ്വരനാണെന്ന ചിന്ത വന്നേക്കാം.
എന്നാൽ അത്തരത്തിലുള്ള ആശങ്ക ആവശ്യമില്ലാത്ത വിധം ഇവിടെ ആത്മാവ് ജീവാത്മാവാണെന്ന് വ്യക്തമാണ്. കാരണം ഈശ്വരനെ അകായം അഥവാ ശരീരമില്ലാത്തവൻ എന്ന് വേദത്തിൽ പറയുന്നതിനാൽ ഇവിടെ പറയുന്ന ശരീരി ജീവാത്മാവാണ്. ഇവിടെ അനാദിയായ പ്രകൃതിയാണ് വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങളായിത്തീരുന്നതെന്നും വ്യക്തമാകുന്നു. വിവിധങ്ങളായ ജീവാത്മാക്കൾക്ക് വിവിധ ശരീരങ്ങൾ നൽകുന്നത് പ്രകൃതി തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ്. ശ്വേതാശ്വതര ഉപനിഷത്തിലും ഇതിന് പ്രമാണം നൽകുന്നുണ്ട്. അപ്പോൾ ആത്മാവിന് മരണമില്ല, ജീവാത്മാവിന് മരണമില്ല എന്ന ഇത്രയും ശ്ലോകങ്ങൾ കൊണ്ട് മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളൊക്കെ മാറിക്കാണുമെന്നും കഠോപനിഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൂടി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായി മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാം.